ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വരുന്ന സമയത്ത് സിംഗപ്പൂർ എയർലൈൻസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേ ഓവർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 12 hours ലേ ഓവർ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 4 hours കൂടുതൽ ലേ ഓവർ ഉണ്ട് എങ്കിൽ ചങ്കി എയർപോർട്ട് തന്നെ ഒരു ഫ്രീ ടൂർ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൂർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ടിന്റെ ആളുകൾ തന്നെ ഒരു ഗൈഡിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളും പോവാണ് സിംഗപ്പൂർ ടൂറിനായിട്ട്. അപ്പൊ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. വെളുപ്പിന് 1:10 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 8:15 8:30 ആകുമ്പോഴേക്കും സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഫ്ലൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് സിംഗപ്പൂർ എത്തി. അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ തന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ ഫ്രീ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന ബൂത്തുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൈ ട്രെയിൻ വഴിയാണ് ഈ ടെർമിനൽസ് വഴി കണക്ട് ചെയ്യുന്നത്. ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ സ്കൈ ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മെട്രോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതും നല്ല രസമാണ്. ഇങ്ങനെ പോകാൻ നേരത്ത് നമുക്ക് പല പല കാഴ്ചകൾ കാണാം, ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത് മുഴുവനും സിംഗപ്പൂർ എയർലൈൻസ് വഴിയാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച ഇതേവരെ കണ്ടിട്ടില്ല. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. വന്നു കഴിഞ്ഞു. ഇതാണ് ജുവൽ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർഫോൾ ഉണ്ട്. ഇതിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സമയമുണ്ട്. ഇത്ര സമയത്തിലാണ് ഈ വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് നേരം ഒന്ന് സ്കൈ ട്രെയിൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കൂ, ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന കാഴ്ചയാണ്. നിറയെ മരങ്ങളും ചെടികളും. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എനിക്കറിയില്ല. ഇത് മുഴുവനും ജീവനുള്ള ചെടികൾ തന്നെയാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവിടെ അത്രയും നേരം ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. കുഞ്ഞൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയിട്ടോ. പെട്ടെന്ന് ഇങ്ങനെയാണ് ഇത്രയും വലിയ പച്ചപ്പും ഹരിതാഭയൊക്കെ വന്നേന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ജ്വല്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന ടെർമിനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചങ്കി എയർപോർട്ടിൻ്റെ ഓരോ ടെർമിനലിലും നമുക്ക് കാണാനുള്ള കാഴ്ചകൾ വളരെയധികമാണ്. നമുക്കിങ്ങനെ നടന്ന് കണ്ടാൽ തീരില്ലാത്ത കാഴ്ചകൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ സിംഗപ്പൂർ മുഴുവനും കോവിഡ് സ്പ്രെഡായിട്ട് ഭയങ്കര ഇഷ്യൂസൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോയില്ലായിരുന്നു. കുഞ്ഞിതായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ടൂർ തന്നെ ഫസ്റ്റ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കുഞ്ഞി ട്രോളി തന്നെ ഒന്നിക്കൊണ്ട് നടക്കുക. പിന്നെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഒന്ന് ഫ്രഷ് ആവണം, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കണം കുഞ്ഞിയുടെ. അപ്പോൾ കണ്ടോ, ആ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അക്വേറിയം തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ള. വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് 12:15 കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി നടന്നിട്ട് നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമ്മളുടെ ഗൈഡ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ് ആള്. So what will happen is this: sometimes when you try to exit, you realize you're stuck there. You don't know what's going on. Okay, so most likely it happens very often. Not to worry, people fill up wrongly. One letter wrong, one number wrong, or you fill up a time zone wrong. Okay, so it happens many times, and then you start to panic because you cannot go, and then the officer calls you. So don't panic. I'm just letting you know. അങ്ങനെ നമുക്ക് ആള് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളെങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, വണ്ടിയിലത്തെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഇമിഗ്രേഷനിലേക്കാണ്. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ അത് അത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാം. അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സെപ്പറേറ്റ് റോ ഉണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത കാര്യങ്ങൾ, ഇനി പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ കാര്യങ്ങളും ബസ്സിലുള്ള കാര്യങ്ങളും, നമ്മളൊരു ബസ്സിലാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പോകുന്ന എവിടേക്കാണ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾ പറഞ്ഞു തരുന്നത്. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഹെറിറ്റേജ് പാക്കേജ് എന്ന് പറയുന്ന ഒരു ടൂർ ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ടൂർ എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ഇതിനകത്ത് കൂടുതലായിട്ടും വരുന്നത് സിംഗപ്പൂരിൻ്റെ കൾച്ചറും ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ്. അതായത് നമ്മൾ ഇന്ന് പോകുന്നത് ചൈന ടൗൺ, ക്യാമ്പംഗേലം എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിലേക്കാണ്. ടൂറിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 hours ആണ്. ആ സമയം കൊണ്ട് നമ്മൾ ഈ 2 സ്ഥലങ്ങളിലും പോകും. അതിൻ്റെ ഇടയിൽ ബസ്സിലൊക്കെ കാണുന്ന കാഴ്ചകളൊക്കെ ആൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. നല്ല വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കുന്ന പോലത്തെ ഫീലാണ് ആള് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അതുപോലത്തെ ഒരു വൈബാണ്. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ്. അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബസ്സിലേക്ക് കയറുന്ന സമയത്ത് ഒരു വിധത്തിലുള്ള ഫുഡ്, അതായത്
ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ ഒന്നും പറ്റില്ല. ഒന്നും നമുക്ക് ബസ്സിലിരുന്നിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. എനിക്കിതാ ഇങ്ങനെ പോകുന്ന സമയത്ത് ആദ്യം തോന്നിയത് നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പൊക്കെ പോകില്ലേ, അത്രയും റെസ്പോൺസിബിളായിട്ട് നമ്പറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബസ്സിലേക്ക് കയറ്റുന്നത്. ബസ്സിൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷവും നമ്പറൊക്കെ എടുത്തിട്ടാണ് ആള് വണ്ടി തിരിക്കുന്നത്. അത്രയും റെസ്പോൺസിബിൾ ആണ്. The rain vortex fountain, it has it's air conditioned, it has lots of shops and lots of food options as well. So before you want to come back inside, maybe your last stop should be at Terminal 1, which is just across from the Jewel. Okay? ഇപ്പോൾ ആള് പറഞ്ഞത് നിങ്ങൾ ലാസ്റ്റ് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി ജ്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് ജ്വലിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് കുറേ കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനാണെങ്കിലും കുറേ ഷോപ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യമാണ് ആൾ പറയുന്നത്. കാണേണ്ട മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജ്വൽ എന്ന് പറയുന്നത്. ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റിയാണ് ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത്. ഒരിടത്ത് പോലും ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ഒന്നും കാണാനില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഓരോ ഏരിയയും ഇവർ കാത്തു സൂക്ഷിച്ച് പോകുന്നത്. നോക്ക് എത്ര ഭംഗിയായിട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നോക്കി. നമ്മുടെ ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ മൊത്തത്തിൽ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് സിംഗപ്പൂർ തന്നെയാണെന്നാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സിംഗപ്പൂരിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ചില ലാൻഡ് മാർക്സ് ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. What looks like a ship okay, on top. Now this ship has a swimming pool, 3 restaurants and an observation deck. Okay, and then you can see 2 domes over there. The 2 domes are the air-con conditioned cool domes, cool conservatories of Gardens by the Bay. The rest of the park is also free to roam. Okay, you can see that there is a dam that cuts across this marina channel. This dam is to lock up the seawater. Everything inside here is fresh water from the rain. It's part of our reservoir system. കേട്ടില്ലേ എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കിക്കുക. ആൾ നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അവിടെയുള്ള ഓരോ കാര്യങ്ങളിൽ എന്താണുള്ളത്, അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആൾ പറഞ്ഞു തരുന്നത്. ഇവിടെ വലിയ ആകാശഊഞ്ഞാൽ പോലെ കാണുന്നില്ലേ, അതാണ് സിംഗപ്പൂർ ഫ്ലയർ. പിന്നെ കുറേ പൂക്കൾ പോലെ കാണുന്നതാണ് ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഒരു വലിയ 3 ബിൽഡിങ്സിന്റെ മുകളിൽ ഒരു ഷിപ്പ് വന്നിട്ടുള്ളത്? അതാണ് മെറീന ബേ സാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു താമരയുടെ പോലെ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ദാ ഈ കാണുന്നതാണ് ആർട്ട് സയൻസ് മ്യൂസിയം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ തന്നെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെയൊക്കെ എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈവൻ ആള് താമസിക്കുന്ന വീട് വരെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. Of course, Taiwan will be the major ones, but we also have a small part. Okay? Banking and finance is huge. We have taken over Hong Kong. Oil and gas, yes, we have the third. There is tourism and there is medical services. All these 8 things, okay, make Singapore tick. On your left side now, this is the Lau Pa Sat, old marketplace. Okay, so it's where here you can come and have satay. The satay. Hey, there's a church here. It's a Methodist church. Okay, often I tell my friends or tell my guests this: when you throw a stone in Singapore, you will hit a place of worship. There's so many countless places of worship. Catholic Church alone, we have 32 Catholic churches. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചൈന ടൗണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എത്തിയതിനു ശേഷം ആള് നമുക്കൊരു സമയം തരും. ഇന്ന സമയത്തിനുള്ളിൽ നമ്മളെല്ലാം കണ്ടിട്ട് തിരിച്ചിവിടെ എത്തണം, ഇന്ന പോയിന്റിൽ എത്തണം എന്ന് ആള് പറയും. ഇല്ല എങ്കിൽ നമുക്ക് ആളുടെ കൂടെ ജോയിൻ ചെയ്യാം. ആളും നമ്മളുടെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ആളുടെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ വരാം. അല്ല വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇന്ന സമയത്തിനുള്ളിൽ ആ ഒരു പോയിന്റിൽ എല്ലാവരും മീറ്റ് ചെയ്യണം എന്നാണ് ആൾ പറയുന്നത്. ആ സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി നമ്മൾ കുറേ പേര് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്തിൽ നമുക്ക് കാണാനുള്ള മറ്റു കാര്യങ്ങൾ കാണാനും പറ്റില്ല. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. നമുക്ക് സമയം വളരെ കുറവല്ലേ. അപ്പോൾ ആ ഒരു സമയം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും അതിനനുസരിച്ച് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഗൈഡിൻ്റെ പുറകെ കൂടുക തന്നെ. ആള് പണ്ട് താറാവിനെയൊക്കെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കോലും പിടിച്ചിട്ട് ഒരാൾ നടക്കില്ലേ, അതുപോലെ ഒരു വലിയ കോലും അതിൻ്റെ അറ്റത്തൊരു മണിയും ഒരു ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു കോലായിട്ടാണ് ആൾ നടക്കുന്നത്. ഈ ആനയൊക്കെ മേച്ചുകൊണ്ട് പാപ്പാൻ നടക്കുന്ന മാതിരി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആളുടെ പുറകെ കൂടി. ഇതാണ് നമ്മുടെ ചൈന ടൗൺ. കുറേ ഇങ്ങനെ ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം ചീപ്പാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കയറിയപ്പോൾ തന്നെ ചെറിയൊരു ബിരിയാണിയുടെ ഒക്കെ മണം അടിച്ചെങ്കിലും കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത സ്മെല്ലായിരുന്നു. അവരുടെ ഫുഡിന്റെ സ്മെല്ലാണ്, പക്ഷെ എനിക്ക് അങ്ങ് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ്. Is
people who came from the streets and now they have mom and pop shops upstairs. So I want to show you. It might be a bit overwhelming, it's crowded. I'm not going to stop anywhere, I'm just going to walk. Okay? If you come down and you're not there, please make it to the meeting point on your own. What time are we to meet me? 150. Okay? 150. Okay? I'm going to go up now. If you want to go and explore on your own, please do so. ആൾ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരിക്കും, ആൾ എവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല, ആൾ പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. ഇപ്പം ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ മീറ്റിംഗ് പോയിന്റിൽ 1:50 ആകുമ്പോൾ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 12:15 ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. കുഞ്ഞിക്കാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കാരണം മൂക്ക് കുത്തിക്കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതാ കണ്ടോ, അവൾ ഒരു കൈ വെച്ചിട്ട് മൂക്കും കുത്തി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എനിക്കും കുഞ്ഞിക്കും ഇതൊന്നും പറ്റില്ല. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പന്നീനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നതാണോ എന്നൊക്കെ തോന്നും. ഇതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എലിയും പൂച്ചയും പാറ്റയും പട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ അവിടേക്ക് കറങ്ങി തിരിഞ്ഞ് കണ്ടു. ആള് പറഞ്ഞത് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതെ, കമ്പാരിറ്റീവ്ലി ക്ലീൻ ആണ്. ഇത്രയും ബിസി ആയിട്ടുള്ള ഏരിയ ഒക്കെ ആവാൻ നേരത്ത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സ്മെല്ലാണ് പറ്റില്ലാത്തത്. ബാക്കി എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. ഒരു മാർക്കറ്റിൽ പോയത് പോലെയൊന്നും നമുക്ക് തോന്നില്ലായിരുന്നു. അത്രയും ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങളും ആളുടെ പുറകെ ഇങ്ങനെ വച്ച് പിടിക്കുകയാണ്. ആൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കോലൊക്കെ പിടിച്ചിട്ട്, ഞങ്ങളും പുറകെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആളുകൾ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. ഒന്നാമത് നമുക്കത് പറ്റില്ല, പോരാത്തതിന് കുഞ്ഞിയും അവിടെ നിന്നൊന്നും കഴിക്കില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ ആളിതാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. Similarly to our demographics, the hawker center caters to the different groups of people. But because this is Chinatown, there tend to be more Chinese food here. Is there Indian Muslim food? Yes, there is. Is there Muslim food? Yes. Okay, but very few. If you go to Little India, they have a whole range of Indian food there as well. Okay, plus the restaurants. Okay, so hawker culture came from the streets. So in the past, they were all street vendors. Okay, then now we move indoors. Any idea why we move indoors? Sorry? They better cook hygienically. Okay, or it's going to cause a lot of problems. Okay, come. അപ്പോൾ ആളിപ്പോൾ നമ്മളോട് അവിടുത്തെ കൾച്ചറും അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ്, ആദ്യം അത് ഒരു സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിരുന്നു, അതായത് കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഇതുപോലെയുള്ള കോംപ്ലക്സുകളൊക്കെ അവിടെ വന്നത്. അതിനുശേഷം പിന്നെ പറയുന്നത് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡുകൾ മെയിൻലി ചൈനീസ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇന്ത്യൻ ഫുഡും ഉണ്ട്, പക്ഷെ വളരെ കുറച്ചാണുള്ളത്. പിന്നെ അവിടെ ഇച്ചിരി മാറിയിട്ട് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത് സിംഗപ്പൂരിലെ വേറൊരു ഒരു പ്ലേസ് ആണ്. അവിടെ നിറയെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്, ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കാണാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ബുദ്ധ ടെമ്പിൾ. ബുദ്ധ ട്രൂത്ത് റിലി ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. സിംഗപ്പൂർ വന്നിട്ടുള്ള എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബുദ്ധ ടെമ്പിൾ. നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിലും മനോഹരമാണ്.
ചാടി. $4. Okay. അങ്ങനെ നമ്മൾ ചൈന ടൗൺ കണ്ടിട്ട് അടുത്ത സ്ഥലമായിട്ടുള്ള ക്യാമ്പോം ഗ്ലാമിലേക്കാണ്. Everyone look to the left side. The driver is driving very fast. This is the Jamai Mosque. Okay, very small building, yes. And then you see the Hindu temple. This is the Sri Mariamman temple. Okay. And this is Chinatown. Okay, so ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മെറീന ബേ സാൻഡ്സ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ്. they settled here. Like Australia was a penal colony, Singapore was a penal. Well, I know it's a bit humid, okay, but this is Singapore, okay. So if you want to have a look at Singapore, this is Singapore. When is the best time to come to Singapore? Every time is the best time to come to Singapore. We do have a lot of indoor air-conditioned places, which I will review to you later when we go back to the airport. Okay. The next zone, we will need to walk a little bit. Whip your head very fast. So left side and then right side. Okay. So just behind here would be the Singapore River. Nice boat ride. Okay, you can either stop at Marina Bay or you can make a U-turn and come back. Okay, beautiful park to go to in the city. And then if you look to the right side, this is Funan Mall. This in Singapore. If you're around Saturdays, it is free for demonstrations. Free for demonstrations. And then right beside it is a mosque. The mosque is this is a chapel for the Crazy Rich Asians. Okay, can you remember? St. Joseph's Church, Portuguese mission. You see this building with this fanciful artwork? This is part of the Bugis Street complex. Okay, you see this bus stop here? Okay, you can walk inside, and then you literally you can get lost inside there. There's so many things to see, and then it includes this building over there, and then that building also. So you can go up there. Ladies, we like to do manicure, pedicure up there. 40 different. ഞാൻ എടുത്തോളാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ നിറയെ ഫുഡ് സ്ട്രീറ്റ് ആണ്, പിന്നെ കുറച്ച് കൾച്ചറൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള കുറച്ച് ബിൽഡിംഗ്സും അങ്ങനെയുള്ളതൊക്കെയാണ്. ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ദഹിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ കയറി ചെറിയൊരു വിങ്സും കുറച്ച് സാലഡും ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെയും ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ചെറിയ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി തിരിച്ച് എയർപോർട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം നമ്മളിനി വണ്ടിയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണെങ്കിൽ കുഞ്ഞും എന്തോ പറഞ്ഞ് ചെറിയ വാശിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. നമ്മൾ എങ്ങോട്ടാ പോണേ കുഞ്ഞാ? Aging population, and we always make provisions. Singapore is very modern. Look, there's another mosque here. This is actually the earliest mosque. നമ്മൾ എവിടെയായിരുന്നു കുഞ്ഞാ ഇപ്പോ? Okay, and this is another hawker center here. This is called Golden Mile Hawker Center. Okay, we have 120 hawker centers in Singapore, so you have to explore all of them. You need to come back many times. Okay, എന്താ പറഞ്ഞതെന്നറിയോ? ഡയന ആൻഡ് റോമ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവർ ഒരിക്കൽ സിംഗപ്പൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗപ്പൂർ നമ്മൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ വിചാരിക്കുന്നത് ഒളിവർ വന്നിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഒളിവർ, ഡയന, റോമ എന്ന് പറയുന്ന ഒരു പിള്ളേരുടെ ഷോ ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവർ വന്നിട്ടുള്ള സിംഗപ്പൂരാണെന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫൈനൽ ഡെസ്റ്റിനേഷൻ മസ്റ്റ് ബി ജുവൽ എന്ന്. അപ്പോൾ നമ്മളിനി അടുത്ത് വരുന്നത് ജുവലാണ്. ഇതാ വെള്ളച്ചാട്ടമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. എങ്ങനെയൊക്കെ നടക്കുക ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ലൈവായിട്ടുള്ള വെള്ളച്ചാട്ടം. അത് കാണാൻ എത്ര പേരാണെന്നറിയോ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നിറയെ മരങ്ങളുടെ ഇടയിൽ ഇതുപോലൊരു വെള്ളച്ചാട്ടം. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ജുവലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് കുറേ നേരം അവിടെ നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു കുറേയും. അങ്ങനെ അവിടെ ഇരുന്നും നടന്നൊക്കെ ഞങ്ങളുടെ കുറേ സമയമൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ ഇരുന്നും നടന്നൊക്കെ പോയാൽ മതിയോ, നമുക്ക് തിരിച്ചു പോകണ്ടേ എന്നുള്ളൊരു വെളിപാട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിനുള്ള ടെർമിനലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം. നന്നായിട്ട് വിശക്കുണ്ട്. ഇന്ത്യയിൽ നിന്ന് കയറിയതുകൊണ്ട് തന്നെ വേറൊരു ഫുഡ് ട്രൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ തിരഞ്ഞു പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലൊരു സംഭവമാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയതാ ഇങ്ങനെ മണ്ണികൾ ഇങ്ങനെ വേവ്സ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേ. ഇതൊക്കെ നിസ്സാരമാണ് കേട്ടോ. ഇതുപോലെ പല കാഴ്ചകൾ കാണാനുണ്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ വെള്ളച്ചാട്ടം, ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അങ്ങനെ കാണാൻ കുറേ കാര്യങ്ങളുള്ള
എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പ്ലേറ്റ് ഒക്കെ എടുക്കാൻ വരുന്ന ഒരാളാണ് ഇത്, ഒരു റോബോട്ടാണ്. ഈ റോബോട്ടിൽ 2 ട്രേസ് ഉണ്ട്, ഹലാലും നോൺ ഹലാലും. അപ്പോൾ ഹലാൽ ആയിട്ടുള്ള, അതായത് വെജിറ്റബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒരു ട്രെയിലും നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് വേറെ ട്രെയിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പോയിക്കോളും. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ദോശയ്ക്കാണ് കേട്ടോ, മസാല ദോശയാണ്. കുഞ്ഞൊരു പ്ലെയിൻ ദോശയും ഞങ്ങൾ മസാല ദോശ അയച്ചേ. ദോശയ്ക്ക് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ അങ്ങനെ കാണിച്ചത്. പക്ഷേ ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പ്ലേറ്റ് ഒക്കെ നമ്മുടെ റോബോട്ട് വിട്ടിട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ അടുത്ത ടെർമിനലിൽ എത്തി. നമ്മുടെ ഫ്ലൈറ്റ് വരാൻ സമയമായി. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കാത്ത് നിൽക്കുക. നല്ല ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, പകല് ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ടും ഒക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറുക, ഒന്ന് ഉറങ്ങുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 8 മണിക്കൂറിന് മേലെ ഉണ്ട് കേട്ടോ ട്രാവൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, ഉള്ളിലേക്ക് കയറി ഇരുന്നു, സെറ്റായി. ഒരു സിനിമ വയ്ക്കുക, കിടന്നുറങ്ങുക. കുഞ്ഞി സൈഡ് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്, വിൻഡോ സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവളൊരു സിനിമയൊക്കെ വെച്ചു, ലയൺ കിങ് ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് കയറിയിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ബ്രിസ്ബെയിനിലെത്തും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി സിംഗപ്പൂരൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 5.5 മണിക്കൂറിൽ കൂടുതൽ ലേ ഓവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചൂസ് ചെയ്യുക ഈ സിംഗപ്പൂരിലെ ഫ്രീ ടൂർ. ഭയങ്കര രസമാണ്. ഒരു 2-2.5 മണിക്കൂർ പോകുന്നത് എങ്ങനെയാണെന്നേ അറിയില്ല. സിംഗപ്പൂരിലെ കാഴ്ചകളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന നല്ലൊരു ഗൈഡായിരുന്നു. എല്ലാം നമുക്ക് കൺമുന്നിൽ കാണുന്ന മാതിരി ആൾ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ജുവലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇപ്പോൾ ഒരു 3 hours ലേ ഓവർ എങ്കിൽ പോലും നമുക്ക് ഇമിഗ്രേഷൻ എടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജുവലിൽ പോവാം, ജുവൽ കാണാൻ പറ്റും. നല്ല രസമാണ്. അല്ല സ്കൈ ട്രെയിൻ വഴിയാണെങ്കിലും ജുവലിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതുപോലെ അല്ലല്ലോ, അടുത്ത് നിന്ന് കാണുന്നത് വേറൊരു ഫീലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ബ്രിസ്ബെയിനിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.